കേരള രാഷ്ട്രീയത്തിൽ അച്ചടക്ക നടപടിയുടെയും മുന്നണി മര്യാദയുടെയും അതിർവരമ്പുകൾ നിർണ്ണയിക്കുന്ന ഒരു നിർണായക സംഭവം അടുത്തിടെ അരങ്ങേറി. ഭരണകക്ഷിയായ കേരള കോൺഗ്രസ് നേതാവും ഗതാഗത മന്ത്രിയുമായ KB ഗണേഷ് കുമാറിനെ പരസ്യമായി പുകഴ്ത്തുകയും അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും നിയമസഭയിലേക്ക് അയക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ് സംഭവം. ഈ നടപടി കോൺഗ്രസ് നേതൃത്വം വിഷയത്തെ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ സൂചന നൽകുന്നു. കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസാണ് കോൺഗ്രസിന്റെ അച്ചടക്കത്തിന്റെ വാൾ വീണ നേതാവ്. പഞ്ചായത്ത് തലത്തിൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ മുൻകൈ എടുത്തിരുന്ന അസീസ ഒരു പൊതുവേദിയിൽ നടത്തിയ പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയായത്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തലച്ചിറയിൽ നടന്ന ഒരു റോഡ് ഉദ്ഘാടന ചടങ്ങിലായിരുന്നു വിവാദ പ്രസംഗം. ഉദ്ഘാടനത്തിന് മന്ത്രി KB ഗണേഷ് കുമാർ നേരിട്ട് എത്തിയിരുന്നു. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ മന്ത്രിയെ പ്രശംസിക്കുന്നതിനിടയിൽ അസീസ് നടത്തിയ വോട്ട് അഭ്യർത്ഥനയാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. മന്ത്രി KB ഗണേഷ് കുമാറിനെ പുകഴ്ത്തിക്കൊണ്ട് അസീസ് നടത്തിയ പരാമർശങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഗണേഷ് കുമാർ കായ്ഫലമുള്ള മരമാണെന്നതായിരുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെയാണ് ഈ പ്രയോഗത്തിലൂടെ അസീസ് ഉയർത്തിക്കാട്ടിയത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവ് ഭരണകക്ഷി മന്ത്രിയെ ഇത്രയുമധികം പ്രശംസിക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമായി വിലയിരുത്തപ്പെട്ടു. കായ്ഫലമുള്ള മരം എന്ന പ്രശംസയിൽ മാത്രം ഒതുങ്ങാതെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിനെ വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് തലച്ചിറ അസീസ് പരസ്യമായി ആഹ്വാനം ചെയ്തു. മന്ത്രിക്കൊപ്പം പങ്കിട്ട വേദിയിൽ വെച്ച് പ്രതിപക്ഷ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് നടത്തിയ ഈ വോട്ട് അഭ്യർത്ഥന കോൺഗ്രസിന്റെ അടിത്തറയ്ക്ക് തന്നെ വെല്ലുവിളിയായി. അസീസിന്റെ പ്രസംഗം അതിവേഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തു. UDF നേതാവ് LDF മന്ത്രിക്ക് പരസ്യമായി വോട്ട് അഭ്യർത്ഥിച്ചത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും വലിയ ഞെട്ടലുണ്ടാക്കി. പാർട്ടി പ്രവർത്തകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും അച്ചടക്കമില്ലായ്മയ്ക്ക് കാരണമാകാനും ഈ സംഭവം വഴിയൊരുക്കി. വിവാദം കൊടുങ്കാറ്റായതോടെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം അസീസിനോട് അടിയന്തരമായി വിശദീകരണം തേടി. എന്തുകൊണ്ടാണ് മുന്നണി മര്യാദ ലംഘിച്ച് ഭരണകക്ഷി നേതാവിനെ പുകഴ്ത്തിയതെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന് ആഹ്വാനം ചെയ്തതെന്നും വ്യക്തമാക്കാനാണ് പാർട്ടി ആവശ്യപ്പെട്ടത്. അസീസ് നൽകിയ വിശദീകരണം പാർട്ടി നേതൃത്വത്തിന് തൃപ്തികരമായിരുന്നില്ല. മണ്ഡലത്തിൽ മന്ത്രി ചെയ്ത വികസന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും രാഷ്ട്രീയമായി മറ്റ് ഉദ്ദേശങ്ങൾ ഇല്ലായിരുന്നു എന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും തിരഞ്ഞെടുക്കണമെന്ന പരസ്യമായ ആഹ്വാനം ഒരു സാമാന്യ പ്രശംസയായി കാണാൻ പാർട്ടി തയ്യാറായില്ല. വിശദീകരണം തൃപ്തികരമല്ലാത്തതിനെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കടന്നു. തലച്ചിറ അസീസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള നിർണായക തീരുമാനമെടുത്തു. ഇത്തരം അച്ചടക്ക ലംഘനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് നിർബന്ധിതരായി. ഈ വിവാദം വലിയ രീതിയിൽ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അടുത്ത തിരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് തലത്തിലെ ഒരു ജനപ്രതിനിധി പ്രതിപക്ഷ നേതാവിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് പാർട്ടി സന്ദേശത്തിന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു. അസീസിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ മറ്റൊരു ഘടകം കൂടി പാർട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. അദ്ദേഹത്തിന് കേരള കോൺഗ്രസുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന ആരോപണം ഈ രാഷ്ട്രീയ ബന്ധം അച്ചടക്ക ലംഘനത്തിനുള്ള ആക്കം കൂട്ടിയതായും പാർട്ടി വിലയിരുത്തുന്നു. പ്രതിപക്ഷ മുന്നണിയിൽ പ്രവർത്തിക്കുമ്പോൾ ഭരണപക്ഷത്തെ നേതാവിനെ പരസ്യമായി പുകഴ്ത്തുന്നതും വോട്ട് അഭ്യർത്ഥിക്കുന്നതും മുന്നണി മര്യാദയുടെ വ്യക്തമായ ലംഘനമാണ്. കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതിരുന്നത് UDF ഘടക കക്ഷികളോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉറപ്പിക്കാൻ കൂടിയാണ്. തലച്ചിറ അസീസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതോടെ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ സാധിക്കുമോ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് പിന്തുണയോടെയാണ് അദ്ദേഹം ആ സ്ഥാനം വഹിക്കുന്നത്. പാർട്ടി പുറത്താക്കിയ സ്ഥിതിക്ക് അദ്ദേഹത്തിനെതിരെ കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മന്ത്രിയെ പുകഴ്ത്തിയത് വികസന രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് അസീസ് ന്യായീകരിച്ചതെങ്കിലും മുന്നണി രാഷ്ട്രീയത്തിൽ ഇത്തരം പ്രസ്താവനകൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. വികസനം ഒരു വിഷയമായിരിക്കുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയ കൂറ് ഏറ്റവും പ്രധാനമാണ്. തലച്ചിറ അസീസിനെ പുറത്താക്കിയ നടപടി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പാഠമാണ്. വ്യക്തിപരമായ സൗഹൃദങ്ങളോ വികസനപരമായ അഭിനന്ദനങ്ങളോ മുന്നണി മര്യാദയ്ക്ക് മുകളിൽ സ്ഥാനമില്ല. ഈ വിഷയം വരും ദിവസങ്ങളിലെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും.